നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. പട്ടയഭൂമി മറ്റാവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ മന്ത്രിസഭാ യോഗം അനുമതി നൽകി. വാണിയമ്പാറ മുതൽ പാലിയേക്കര വരെ ദേശീയപാതയിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന 60 ക്യാമറകളുടെ പ്രവർത്തനം മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡി ഇൻ എഡ്യൂക്കേഷൻ 80ാം വാർഷികാഘോഷം അശീതികം കോളേജ് ഓഡിറ്റോറിയത്തിൽ മേയർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന മുൻ ഇന്ത്യൻ ഫുട്ബോൾ ക്യാപ്റ്റനും പത്മശ്രീ ജേതാവുമായ IM വിജയൻ. പാചകവാതക പ്രതിസന്ധിക്ക് കാരണം ഇന്ത്യയുടെ സാമ്രാജ്യത്വ വിധേയത്വമെന്ന് വെൽഫെയർ പാർട്ടി. വാർത്തകൾ വിശദമായി. പട്ടയഭൂമി മറ്റാവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ മന്ത്രിസഭാ യോഗം അനുമതി നൽകി. വിവിധ ആവശ്യങ്ങൾക്കായി ഭൂമി വിനിയോഗിക്കാനുള്ള കേരള ഭൂമി പതിവ് മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള അനുമതി നൽകൽ ചട്ടങ്ങൾ 2026 രൂപീകരിക്കുന്നതിന് വീടുകൾ, കാർഷിക വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് നിർമ്മിക്കുന്ന കെട്ടിടങ്ങൾ, മാർക്കറ്റുകൾ, ആരാധനാലയങ്ങൾ, പൊതു ആവശ്യങ്ങൾക്കുള്ള നിർമ്മിതികൾ, സാംസ്കാരിക സ്ഥാപനങ്ങൾ, ക്ലബ്ബുകൾ, ചാരിറ്റബിൾ ആവശ്യങ്ങൾക്കുള്ള നിർമ്മിതികൾ എന്നിവയ്ക്കുള്ള ഫീസ് ഒഴിവാക്കും. കൂടാതെ 5000 സ്ക്വയർ ഫീറ്റിന് താഴെ വിസ്തീർണമുള്ള കൊമേഴ്ഷ്യൽ, ഇൻഡസ്ട്രിയൽ കെട്ടിടങ്ങൾക്ക് ഫീസ് ഉണ്ടായിരിക്കുകയില്ല. 5000-10000 സ്ക്വയർ ഫീറ്റിനിടയിലുള്ള കെട്ടിടങ്ങൾക്ക് പ്രോപ്പർട്ടിയുടെ ന്യായവിലയുടെ 1% ഈടാക്കും. 10000 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള കെട്ടിടങ്ങൾക്ക് ന്യായവിലയുടെ 2% ഈടാക്കും. ഇതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നവയ്ക്ക് ന്യായവിലയുടെ 5% ഈടാക്കും. വാണിയമ്പാറ മുതൽ പാലിയേക്കര വരെ ദേശീയപാതയിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന 60 ക്യാമറകളുടെ പ്രവർത്തനം മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. അത്യാധുനിക CCTV സംവിധാനമായ സേഫ് കോറിഡോർ പ്രൊജക്ടിന്റെ ഭാഗമായാണ് ദേശീയപാതയിലെ വാണിയമ്പാറ മുതൽ പാലിയേക്കര വരെയുള്ള 32.5 കിലോമീറ്റർ ദൂരത്തിൽ ക്യാമറകൾ സ്ഥാപിച്ചത്. സംസ്ഥാനത്ത് ആദ്യമായി സ്ഥാപിച്ച അത്യാധുനിക ശേഷിയുള്ള CCTV നിരീക്ഷണ സംവിധാനത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മവും പ്രവർത്തന ഉദ്ഘാടനവും നടത്തറ സിഗ്നൽ പരിസരത്ത് റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു. ദേശീയപാതയിലെ 32.5 കിലോമീറ്റർ ദൂരത്തിൽ മാലിന്യം വലിച്ചെറിയൽ, വണ്ടി ഇടിച്ചിട്ട് നിർത്താതെ പോകൽ, റോഡിലെ തുറന്ന മയക്കുമരുന്ന് കച്ചവടം, കവർച്ച ഉൾപ്പെടെ നിയമലംഘനങ്ങൾക്ക് ഇനി പിടിവീഴുമെന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. നാടിന് സഹായകരമാകുന്ന ഒല്ലൂർ മണ്ഡലത്തിലെ ദേശീയപാതയെ സുരക്ഷിതമാക്കുന്ന ഈ പദ്ധതിയിലെ ക്യാമറ കണ്ണുകളിൽ പതിയുന്ന കാര്യങ്ങൾ ഏത് സമയത്തും ഒരു ഡോക്യുമെന്റായി പോലീസിന് ലഭ്യമാക്കാനാകും. ഇത് അഭിമാനകരമായ കാര്യമാണ്. തൃശൂർ ജില്ലയിലൂടെ കടന്നുപോകുന്ന ഏറ്റവും ജനത്തിരക്കേറിയ നാഷണൽ ഹൈവേയാണ് NH 544. ഇവിടെ 24 മണിക്കൂറും ശക്തമായ സുരക്ഷാ നിരീക്ഷണ സംവിധാനം ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് കേരള റോഡ് സേഫ്റ്റി ഫണ്ടിൽ നിന്ന് 1.82 കോടി രൂപ ചിലവഴിച്ച് 60 ക്യാമറകൾ സ്ഥാപിച്ചത്. സാങ്കേതികവിദ്യയുടെ ഉപയോഗത്തിലൂടെ കുറ്റകൃത്യങ്ങൾ കുറച്ചുകൊണ്ടുവരാനും കുറ്റവാളികളെ അതിവേഗം കണ്ടെത്താനും സാധിക്കും. സമൂഹത്തിൽ സുരക്ഷിതത്വം വർദ്ധിക്കുകയും സേഫ് കോറിഡോർ പ്രൊജക്ട് അത്യാധുനിക പോലീസ് സംവിധാനത്തിന് ഫലപ്രദമാണ്. പ്രോജക്ടിന്റെ ഭാഗമായി 9 സ്ഥലങ്ങളിൽ 32 ANPR ക്യാമറകൾ, 5 സ്ഥലങ്ങളിൽ 14 സ്പീഡ് ക്യാമറകൾ, 8 സ്ഥലത്ത് 14 എവിഡൻസ് ക്യാമറകൾ എന്നിവ സ്ഥാപിച്ചു. ജില്ലാ ക്യാമറ കൺട്രോളിൽ അത്യാധുനിക നിരീക്ഷണ സംവിധാനവും സ്ഥാപിച്ചു. ക്യാമറകൾ സ്ഥാപിക്കാൻ ആവശ്യമായ കേബിൾ സംവിധാനം ഒരുക്കിയത് കേരള വിഷൻ കേബിൾ TV നെറ്റ്വർക്കാണ്. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പോലീസ് മേധാവി നകുൽ രാജേന്ദ്ര ദേശ്മുഖ്, നടത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ജോബി ജോ, സ്പെഷ്യൽ ബ്രാഞ്ച് ACP സേതു, തൃശൂർ ACP ഇൻചാർജ് ശശിധരൻ, ഡിവിഷൻ കൌൺസിലർ അനീസ് അഹമ്മദ്, KECB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജിജി ഫ്രാൻസിസ്, പ്രോജക്ട് ഡയറക്ടർ അൻസിൽ ഹസൻ, അഡീഷണൽ പോലീസ് സൂപ്രണ്ട് ബേബി PV എന്നിവർ സംസാരിച്ചു. മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ, നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു. നടക്കുന്ന ഈ പ്രവർത്തനം ഒരുപക്ഷെ കേരളത്തിൻ്റെ തന്നെ ചരിത്രത്തിൽ ആദ്യമായി 32 കിലോമീറ്റർ ദൂരം പൂർണ്ണമായ ക്യാമറ കണ്ണുകളോടെ നമുക്ക് കാണാൻ പറ്റുന്ന, നഗ്നനേത്രങ്ങൾക്ക് കാണാൻ പറ്റുന്ന അപകടം ഒഴിവാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗ്ഗമാണ്. ഇതൊരു ദിവസം കൊണ്ട് വെറുതെ ഉണ്ടായതല്ല. നേരത്തെ നമ്മുടെ ദേശീയപാത പൂർണ്ണമായിട്ടും മാലിന്യം കൊണ്ട് നിറയ്ക്കപ്പെടുകയും മരത്താക്കര ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കക്കൂസ് മാലിന്യം ധാരാളമായി തട്ടുകയും ആർക്കും ഉത്തരവാദിത്തമില്ലാത്ത വിധത്തിൽ അത് പോവുകയും ചെയ്ത ഘട്ടത്തിൽ ചില സമരങ്ങൾ നമ്മുടെ നാട്ടിൽ ഉയർന്നു വന്നു. ആ സമരങ്ങളുടെ ഭാഗമായി അത്യാവശ്യം വരുന്ന ചില സ്ഥലങ്ങളിൽ ക്യാമറ സ്ഥാപിക്കാൻ MLA ഫണ്ടിൽ നിന്ന് പണം കൊടുക്കാം എന്നിരിക്കെ എല്ലാ പഞ്ചായത്തുകളും എല്ലാ പ്രദേശങ്ങളും അങ്ങനെയെങ്കിൽ ഞങ്ങൾക്ക് കൂടി അതിൻ്റെ സൗകര്യം ഉണ്ടാകണം എന്ന്
ആവശ്യപ്പെടുകയുണ്ടായി. അങ്ങനെയാണ് നമ്മുടെ പ്രദേശത്തെ എല്ലാ പ്രമുഖരെയും വിളിച്ചു ചേർത്തുകൊണ്ട് മരത്താക്കര മുതൽ വാണിയമ്പാറ വരെ ഒല്ലൂർ നിയോജക മണ്ഡലത്തിൻ്റെ പാതയോരങ്ങളിൽ പൂർണ്ണമായും ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന വിധത്തിൽ 24 മണിക്കൂറും കണ്ണടയ്ക്കാതെ ഇരിക്കുന്ന ക്യാമറകൾ വേണം എന്ന ആലോചനയുണ്ടായത്. ആ ഘട്ടത്തിൽ നമ്മൾ നിശ്ചയിച്ചത് MLA ഫണ്ട്, ഇവിടുത്തെ ഇസാഫ് ഉൾപ്പെടെയുള്ള ചില സ്ഥാപനങ്ങളുടെ CSR ഫണ്ട്, CTV നമ്മുടെ മണ്ഡലത്തിലെ പ്രധാനമായും കേബിൾ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന CTV അവരുടെ കേബിളുകൾ ഈ ആവശ്യത്തിന് വേണ്ടി പൂർണ്ണമായിട്ടും സഹായിക്കാം എന്ന് അതിൻ്റെ MD ആയിട്ടുള്ള ആൻഡോ വി മാത്യു ഉൾപ്പെടെ നമ്മൾ അറിയിച്ചപ്പോൾ ഒരു ജോയിൻറ്റ് വെഞ്ചർ എന്ന വിധത്തിലാണ് ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ ആദ്യം ആലോചിച്ചത്. അന്ന് സേതു SCP ആണ് ഇവിടെ. ആ ഘട്ടത്തിൽ ആദിത്യയും സേതുവും ഒക്കെ കൂടിയുള്ള പോലീസിൻ്റെ ടീമും RTO സംഘവും ഞങ്ങളെല്ലാം കൂടി ഈ ആലോചന നടത്തി കഴിഞ്ഞപ്പോൾ ഈ ആലോചനയുടെ വിശദാംശങ്ങളൊന്ന് തിരുവനന്തപുരത്ത് കൂടി നടത്തണം എന്നാലോചിച്ചു. അന്ന് ട്രാൻസ്പോർട്ട് വകുപ്പിൻ്റെ മന്ത്രി ശ്രീ ആൻ്റണി രാജുവാണ്. അദ്ദേഹവുമായിട്ട് ആലോചിച്ച് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ, അന്നത്തെ റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ ചുമതലക്കാരനായിട്ടുള്ള ശ്രീജിത്ത് IPS ഉൾപ്പെടെ നമ്മൾ വളരെ വിപുലമായ യോഗം ചേർന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഒരു 75 ലക്ഷം രൂപ MLA ഫണ്ടിൽ നിന്ന് മുടക്കാം, കുറച്ച് CSR കിട്ടും, കുറച്ച് CTV പറഞ്ഞത് പ്രകാരമുള്ള കേബിളുകൾ നമുക്ക് ഉപയോഗിക്കാം. ഇതെല്ലാം കൂടി വരുമ്പോൾ ഒരു ചെറിയ പണം കൂടി റോഡ് സേഫ്റ്റി അതോറിറ്റി തന്നാൽ നന്നായിരുന്നു, കിട്ടുന്നതാകട്ടെ എന്ന് കരുതി പറഞ്ഞതാണ്. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ യോഗം തീരുമാനിച്ചു, ചെറിയ പണം മാത്രമല്ല, ഇതിനാവശ്യമായി വരുന്ന മുഴുവൻ സംഖ്യയും റോഡ് സേഫ്റ്റി അതോറിറ്റി നൽകാൻ തയ്യാറാണ് എന്ന് മന്ത്രിയും ഉദ്യോഗസ്ഥന്മാരും അവിടെ വെച്ച് അഭിപ്രായ പ്രകടനം നടത്തി. അങ്ങനെ വന്ന് തുടർച്ചയായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായിട്ടുള്ള പങ്ക് പോലീസും ഞങ്ങളെല്ലാം കൂടി നിർവഹിച്ചു. സേതുവാണ് പോലീസിൽ പ്രധാനമായിട്ടും ആ പ്രവർത്തനം തുടർച്ചയായിട്ട് നടത്തിയത്. അവരാവശ്യപ്പെടുന്നതനുസരിച്ച് വിവിധങ്ങളായിട്ടുള്ള യോഗങ്ങൾ നടത്തി വളരെ വേഗത്തിൽ ഈ പ്രവർത്തനം കൊണ്ടുപോകാൻ തീരുമാനിച്ചപ്പോൾ 1,82 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് ഉണ്ടായി. പ്രിയപ്പെട്ട കൗൺസിലർ അനീസ് അഹമ്മദ് കൂടി വരുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ്, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി 32.5 കിലോമീറ്റർ ദൂരം ഇനി മാലിന്യം വലിച്ചെറിഞ്ഞവന് പിടിവീഴും, വണ്ടി ഇടിച്ച് കടന്നുപോയി ഞങ്ങളെ നോക്കാൻ ആരുമില്ലല്ലോ എന്ന് പറഞ്ഞ് കരയുന്ന ധാരാളമായ ആളുകളുണ്ട്. അവനെ ഇടിച്ചിട്ട വണ്ടിയുടെ പേര് കിട്ടും. നമ്മുടെ ഹൈവേക്കകത്ത് ഏതെങ്കിലും വിധത്തിലുള്ള മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള കച്ചവടങ്ങൾ തുറന്ന റോട്ടിൽ നടത്തിയാൽ അത് പിടിക്കപ്പെടും. ഒരു വിധത്തിലുള്ള മാലിന്യവും തട്ടാൻ അനുവദിക്കില്ല. ഏതെങ്കിലും തരത്തിലുള്ള റോബറി നടന്നാൽ അത് പിടിക്കപ്പെടും. 24 മണിക്കൂറും ഈ ക്യാമറ കണ്ണുകൾ അതിതീവ്രമായ വികാരത്തോടെ കടന്നു പോവുകയാണ്. നിങ്ങൾക്ക് ഈ വേദിയിൽ ഓരോ സ്ഥലവും കാണാം. ഇപ്പോൾ 25 നടത്തറ 2 തൃശ്ശൂർ. ആ നടത്തറ 2 തൃശ്ശൂരിൽ ഇപ്പോൾ പോകുന്ന ഈ വാഹനത്തിൽ ഏതെങ്കിലും ഒന്നൊരു കുറവുണ്ടാക്കിയാൽ, ഏതെങ്കിലും ഒന്നൊരു കുഴപ്പമുണ്ടാക്കിയാൽ അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ അത് വലുതാക്കിയിട്ടപ്പോൾ ഓരോ ഓട്ടോറിക്ഷയുടെ വരെ നമ്പർ നമുക്ക് ഇവിടെ നിന്നാൽ വായിച്ചെടുക്കാൻ പറ്റും. അത് ഇവിടെ നിന്ന് ഇപ്പോൾ വായിച്ചെടുക്കാൻ പറ്റിയില്ലെങ്കിലും വിരോധമില്ല, അത് റെക്കോർഡായി. പഴയ കാലത്ത് ചിലർ പറഞ്ഞതുപോലെ 2.5 മണിക്കൂർ കൊണ്ടോ 4 മണിക്കൂർ കൊണ്ടോ മാഞ്ഞു പോയി എന്നെന്തായാലും പോലീസ് പറയില്ല. അത് എത്ര കാലം ഇരുന്നാണെങ്കിലും അവരെ പിടിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഡോക്യുമെന്റൽ എവിഡൻസ് പോലീസിന്റെ കയ്യിൽ കിട്ടാവുന്ന വിധത്തിൽ, അതൊരു വളരെ അഭിമാനകരമായ കാര്യമാണ്. സേതുവിനോട് സ്വകാര്യം പറയാൻ, ആ വിധത്തിൽ നാടിന് സഹായകരമാകുന്ന വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു പ്രോജക്റ്റായി ഇതിനെ മാറുന്നു. നമ്മുടെ മണ്ഡലത്തിൻ്റെ ദേശീയപാത പൂർണ്ണമായും ക്യാമറ കണ്ണുകളിൽ സുരക്ഷിതമാകുന്ന അതിമനോഹരമായിട്ടുള്ള ഈ അവസരത്തിൽ ഇതിന് നേതൃത്വപരമായ പങ്കുവഹിച്ച എല്ലാവരോടും, ട്രാൻസ്പോർട്ട് അതോറിറ്റിയോടും പോലീസിനോടും ഇലക്ട്രിസിറ്റിയോടും. തൃശൂർ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡി ഇൻ എഡ്യൂക്കേഷൻ 80ാം വാർഷികാഘോഷം അശീതികം കോളേജ് ഓഡിറ്റോറിയത്തിൽ മേയർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. പ്രൊഫസർ ഹാപ്പി PV അധ്യക്ഷത വഹിച്ചു. SCERT ഡയറക്ടർ ഡോക്ടർ RK ജയപ്രകാശ് പ്രഭാഷണം നടത്തി. ജേക്കബ് മാത്യുവിന് ഗുരുശ്രേഷ്ഠ പുരസ്കാരം സമർപ്പിച്ചു. ഡോക്ടർ ജയപ്രകാശ് RK, അഡ്വക്കേറ്റ് ജോയ് ബാസ്റ്റിൽ ചാക്കോള, ഗവൺമെന്റ് മോഡൽ ബോയ്സ് പ്രിൻസിപ്പൽ JB നിഷ, CK അജയകുമാർ, KP ബിന്ദു എന്നിവർ ആശംസകൾ അറിയിച്ചു. വിദ്യാഭ്യാസ സെമിനാർ, വിവിധ സാംസ്കാരിക പരിപാടികൾ, വ്യത്യസ്ത മേഖലകളിൽ മികച്ച നേട്ടങ്ങൾ കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിക്കൽ, പൂർവ്വ വിദ്യാർത്ഥി സംഗമം, കലാപരിപാടികൾ എന്നിവ നടന്നു.
ഡോക്ടർ റിൻസിമോൾ സെബാസ്റ്റ്യൻ സ്വാഗതവും ഡോക്ടർ മുബി കെ മുഹമ്മദ് അലി നന്ദിയും അറിയിച്ചു. ഈ അക്ഷരമുറ്റം എന്ന് പറയുമ്പോൾ അത് എനിക്ക് തോന്നുന്നു തൃശ്ശൂരിൻ്റെ സാംസ്കാരിക നഗരം എന്ന് പറയുന്ന തൃശ്ശൂരിൻ്റെ ഒരു ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഒരു സ്ഥാപനം അത് തൃശ്ശൂരിൻ്റെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ്. ഈ കോളേജിൽ നിന്ന് എത്രയേറെ അധ്യാപകർ ഈ കാലഘട്ടത്തിനുള്ളിൽ ട്രെയിനിങ് ലഭിച്ച് വിവിധ നാടുകളിൽ, വിവിധ കോളേജുകളിൽ, വിവിധ രാജ്യങ്ങളിൽ പോയി അവരുടെ പ്രവർത്തന മേഖലയിൽ അവരവരുടെ കഴിവ് തെളിയിച്ചിട്ടുണ്ടാവും. ഇന്നിപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ ഒരു സംഗമം, അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു സംഗമം എനിക്ക് ബഹുമാനപ്പെട്ട ഫാദറിനെ കാണാൻ സാധിക്കുന്നുണ്ട്, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വിദ്യാലയത്തിൻ്റെ ആ ഒരു പാരമ്പര്യം അത് തന്നെയാണ് ഇവിടെ വിളിച്ചോതുന്നത്. ഇത് ശരിക്കൊരു 80 വർഷത്തെ അല്ലെങ്കിൽ 8 പതിറ്റാണ്ട് കാലത്തെ ഒരു സംഗമമാണ്. എനിക്ക് പരിചയമുള്ള ടീച്ചേഴ്സിനെ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എൻ്റെ വേദിയിലെ ബിന്ദു ടീച്ചർ എന്നോട് പറയുകയായിരുന്നു ഇവിടുത്തെ ആദ്യത്തെ ഗവേഷണ വിദ്യാർത്ഥി. തൃശൂർ ജില്ലയിലെ 8 എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് എക്സൈസ് കമ്മീഷണറുടെ ബാഡ്ജ് ഓഫ് എക്സലൻസ് പുരസ്കാരം ലഭിച്ചു. തിരുവനന്തപുരം എക്സൈസ് കമ്മീഷണറേറ്റിൽ എക്സൈസ് കമ്മീഷണർ ADGP MR അജിത് കുമാർ IPS പുരസ്കാരം സമ്മാനിച്ചു. അഡ്മിനിസ്ട്രേറ്റീവ് എക്സലൻസിൽ TA മജുവും, ഡിറ്റക്ടീവ് ഇന്റലിജൻസ് വിഭാഗത്തിൽ AB പ്രസാദ്, VM ജബ്ബാർ, ഡിറ്റക്ടീവ് എക്സലൻസിൽ PM പ്രവീൺ, PB അരുൺകുമാർ, TR സുനിൽ, പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡ് UK അനിൽ പ്രസാദ്, ജോസഫ് A എന്നിവർ പുരസ്കാരം ഏറ്റുവാങ്ങി. 2024-25 വർഷത്തെ പ്രവർത്തനങ്ങൾക്കാണ് പുരസ്കാരം. സംസ്ഥാനത്തെ ഏറ്റവും വലിയ സ്പിരിറ്റ് വേട്ടയ്ക്കാണ് തൃശൂർ ഇന്റലിജൻസ് വിഭാഗം നേതൃത്വം നൽകിയത്. 16,000 ലിറ്റർ സ്പിരിറ്റ്, 2 വാഹനങ്ങൾ, സ്പിരിറ്റ് ഗോഡൌൺ എന്നിവ IB ടീം കണ്ടെത്തി കേസെടുത്തു. ഇതോടൊപ്പം ഒട്ടനവധി മേജർ അബ്കാരി നാർക്കോട്ടിക് കേസുകളും ഇന്റലിജൻസ് പാർട്ടി ഇക്കാലയളവിൽ കണ്ടെത്തി. ചാവക്കാട് റേഞ്ചിൽ 20 കിലോഗ്രാം കഞ്ചാവും 2 കിലോ ഹാഷിഷ് ഓയിലും പിടിച്ച നാർക്കോട്ടിക് കേസിനാണ് CI പ്രവീണിനും പാർട്ടിക്കും ബാഡ്ജ് ലഭിക്കുന്നത്. ഇതോടൊപ്പം ഒട്ടനവധി അബ്കാരി കേസുകളും പാർട്ടി കണ്ടെത്തി. CPM പ്രാദേശിക നേതാക്കൾ BJPയിൽ. തൃശൂർ നടത്തറ പാണഞ്ചേരി മേഖലയിലെ 2 CPM പ്രാദേശിക നേതാക്കൾ BJPയിൽ. മണ്ണുത്തി മുൻ ഏരിയ കമ്മിറ്റി അംഗം നിബിൻ ശ്രീനിവാസൻ, മുൻ ലോക്കൽ കമ്മിറ്റി അംഗം KG ബൈജു എന്നിവർ BJPയിൽ ചേർന്നു. 20 CPM പ്രവർത്തകരും BJPയിൽ. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ഇവരെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. BJP ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, ജനറൽ സെക്രട്ടറി സുജയ് സേനൻ, മേഖലാ വൈസ് പ്രസിഡന്റ് ബിജോയ് തോമസ്, അശ്വിൻ വാര്യർ, പ്രശാന്ത്, പ്രനീഷ് എന്നിവർ പങ്കെടുത്തു. വെള്ളിയാഴ്ച CPM വിട്ട് BJPയിൽ ചേർന്ന KG ബൈജു ശനിയാഴ്ച തിരികെ CPMൽ എത്തിയതായി അറിയിച്ചു. പ്രത്യേക സാഹചര്യത്തിൽ BJPയുടെ യോഗത്തിൽ പങ്കെടുത്തത് വലിയ തെറ്റായെന്ന് ബോധ്യപ്പെട്ടതായും ഓർമ്മവച്ച കാലം മുതൽ CPM പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ചു വരികയാണെന്നും BJP പോലുള്ള ഒരു പ്രസ്ഥാനമായി ഒരു ബന്ധവും ഉണ്ടാവില്ല എന്നും ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതിൽ CPM പ്രസ്ഥാനത്തോടും തന്നെ സ്നേഹിക്കുന്ന ജനങ്ങളോടും പൊതുസമൂഹത്തോടും മാപ്പ് അഭ്യർത്ഥിക്കുന്നതായും KG ബൈജു രേഖാമൂലം അറിയിച്ചു. പോക്സോ കേസിൽ പ്രതിക്ക് ജീവിതാവസാനം വരെ ജീവപര്യന്തം കഠിന തടവും 60,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പലതവണ ലൈംഗിക പീഡനം നടത്തിയ 49 വയസ്സുകാരനെയാണ് ജീവിതാവസാനം വരെ ജീവപര്യന്തം കഠിന തടവിനും 60,000 രൂപ പിഴയ്ക്കും ശിക്ഷ വിധിച്ചത്. ചാവക്കാട് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 2019 സ്കൂൾ വെക്കേഷൻ സമയത്താണ് കേസിനാസ്പദമായ സംഭവം. വാടാനപ്പള്ളി ബീച്ച് ദേശത്ത് ഇത്തിക്കാട്ട് വീട്ടിൽ വിനോദ് എന്ന് വിളിക്കുന്ന ഉണ്ണിമോനെയാണ് ചാവക്കാട് അതിവേഗ സ്പെഷ്യൽ കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ജീവിതാവസാനം വരെ ജീവപര്യന്തം കഠിന തടവിനും പിഴയടയ്ക്കാനും ശിക്ഷ വിധിച്ചത്. പിഴയടയ്ക്കാത്ത പക്ഷം 6 മാസം കൂടി അധിക തടവ് അനുഭവിക്കേണ്ടി വരും. വാർത്തകളിനി ഇടവേളയ്ക്കു ശേഷം. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും, ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും
ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ് സുവർണ ബസാർ മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്തത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം, കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വീണ്ടും വാർത്തകളിലേക്ക്. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് മുൻ ഇന്ത്യൻ ഫുട്ബോൾ ക്യാപ്റ്റനും പത്മശ്രീ ജേതാവുമായ IM വിജയൻ. കരുണാകരന്റെ കാലത്താണ് തനിക്ക് ജോലി കിട്ടിയത്. ഇടതുകാലത്തും നന്നായി പരിഗണിച്ചു. താൻ ഒരു പാർട്ടിക്ക് വേണ്ടി മാത്രം നിൽക്കില്ല. സുരേഷ് ഗോപി അടക്കം പല ആളുകളും മത്സരിക്കാൻ ആവശ്യപ്പെട്ടു. എല്ലാവർക്കും ഒപ്പമുണ്ടാകും. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല. സുരേഷ് ഗോപി മത്സരിക്കാൻ ആവശ്യപ്പെട്ടത് 4 ദിവസം മുൻപാണ്. രാജ്യസഭാംഗമാവാൻ ആവശ്യപ്പെട്ടാൽ സ്വീകരിക്കും. ഏത് പാർട്ടി രാജ്യസഭാ സീറ്റ് നൽകിയാലും സ്വീകരിക്കും. മത്സരിക്കണമെന്ന് സുരേഷ് ഗോപി പറഞ്ഞപ്പോഴും രാജ്യസഭാ സീറ്റിനെ പറ്റിയാണ് പറഞ്ഞത്. PT ഉഷയെ പോലെ MP ആവാനും തയ്യാറാണ്. പാചകവാതക പ്രതിസന്ധിക്ക് കാരണം ഇന്ത്യയുടെ സാമ്രാജ്യത്വ വിധേയത്വമെന്ന് വെൽഫെയർ പാർട്ടി. രാജ്യത്തെ പാചകവാതക പ്രതിസന്ധിക്ക് കാരണം ഇന്ത്യയുടെ സാമ്രാജ്യത്വ വിധേയത്വമാണെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പ്രേമ G പിഷാരടി പറഞ്ഞു. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനിൽ നടത്തുന്ന മനുഷ്യക്കുരുതിയെ തള്ളിപ്പറയാത്ത നരേന്ദ്രമോദിയുടെ നിലപാട് അത്യന്തം മനുഷ്യവിരുദ്ധവും രാജ്യത്തിന്റെ പാരമ്പര്യത്തെ നിഷേധിക്കലുമാണ്. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ തോളിൽ കൈയിട്ട മോദി രാജ്യപാരമ്പര്യത്തെയാണ് വഞ്ചിച്ചത്. ഇറാനിൽ ഉണ്ടാകുന്ന പ്രതിസന്ധി ലോകത്തെ മുഴുവൻ ബാധിച്ചതിന്റെ ഭാഗമായാണ് ഇന്ത്യയെയും ബാധിച്ചിരിക്കുന്നത് എന്നത് അംഗീകരിക്കുമ്പോഴും യുദ്ധം അവസാനിപ്പിക്കാനായി എന്തു ചെയ്യുമെന്നതിന് കേന്ദ്ര സർക്കാർ മറുപടി പറയണം. എന്തിനുമേതിനും വാതോരാതെ സംസാരിക്കുകയും സിനിമാ സ്റ്റൈലിൽ ഡയലോഗുകൾ പറയുകയും ചെയ്യുന്ന കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി ഈ വിഷയത്തിൽ തുടരുന്ന മൗനം വെടിയണം. ജനങ്ങളുടെ ജീവിത പ്രതിസന്ധികൾ പരിഹരിക്കാതെ രാഷ്ട്രസ്നേഹം പ്രസംഗിക്കാൻ സുരേഷ് ഗോപിക്ക് അർഹതയില്ലെന്നും അവർ പറഞ്ഞു. പെട്രോൾ ഗ്യാസ് പ്രതിസന്ധി പരിഹരിക്കാതെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി എന്തെടുക്കുകയാണ് എന്ന മുദ്രാവാക്യമുയർത്തി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ തൃശൂരിലെ ക്യാമ്പ് ഓഫീസിലേക്ക് വെൽഫെയർ പാർട്ടി നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KS നിസാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം MK അസ്ലാം, ജില്ലാ ജനറൽ സെക്രട്ടറി KS ഉമൈറ, ട്രഷറർ PB ആരിഫ് മുഹമ്മദ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം KK ഷാജഹാൻ, മണ്ഡലം പ്രസിഡന്റ് PH റഫീഖ് എന്നിവർ സംസാരിച്ചു. പെരിങ്ങാവ് സെന്ററിൽ നിന്നും ആരംഭിച്ച മാർച്ച് ക്യാമ്പ് ഓഫീസിലേക്കുള്ള വഴിയിൽ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു. മാർച്ചിന് ജില്ലാ സെക്രട്ടറിമാരായ സുഹൈബ് അലി, സുലേഖ അസീസ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ CR ഹനീഫ, ഷമീറ നാസർ, ഷാജഹാൻ എളനാട്, ഹംസ എളനാട് എന്നിവർ നേതൃത്വം നൽകി.
തദ്ദേശ സ്വയംഭരണ വകുപ്പ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ ആവിഷ്കരിച്ച വിദ്യാർത്ഥി ഹരിതസേന സ്കോളർഷിപ്പ് ഇക്കോ സെൻസ് 2025 തൃശൂർ കോർപ്പറേഷനിൽ പ്രശംസാപത്ര വിതരണം നടത്തി. യോഗത്തിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മെഫി ഡെൽസൺ സ്വാഗതം ആശംസിച്ചു. ഡെപ്യൂട്ടി മേയർ എ പ്രസാദ് അധ്യക്ഷത വഹിച്ചു. മാലിന്യ സംസ്കരണവും പരിസ്ഥിതി സംരക്ഷണവും സംബന്ധിച്ച് വിദ്യാർത്ഥികളിൽ ശാസ്ത്രീയമായ മാലിന്യ പരിപാലന മനോഭാവം വളർത്താനും സമൂഹത്തിൽ ശുചിത്വബോധവും സുസ്ഥിര വികസനത്തിനുള്ള പ്രതിബദ്ധതയും മനോഭാവവും ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് പദ്ധതി ലക്ഷ്യമെന്ന് മേയർ വിശദീകരിച്ചു. തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ വിദ്യാലയങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 91 വിദ്യാർത്ഥികൾക്കാണ് പ്രശംസാപത്രവും 1500 രൂപ സ്കോളർഷിപ്പും മികച്ച പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്ന വിദ്യാലയത്തെ കണ്ടെത്തി അനുമോദനവും നൽകിയത്. കോർപ്പറേഷൻ പരിധിയിലെ കാൽഡീൻ സിറിയൻ ഹൈസ്കൂൾ മികച്ച പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്ന വിദ്യാലയത്തിനുള്ള ഉപഹാരം ഏറ്റുവാങ്ങി. പ്രധാന അധ്യാപിക ബിനു KP, വേദിക കൃഷ്ണ, ആൽവിൻ ബിജു, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ ചേർന്ന് പുരസ്കാരം സ്വീകരിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പിനു വേണ്ടി SCERT കേരള പുറത്തിറക്കിയ പാഠപുസ്തകങ്ങളിലെയും 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള തൊഴിൽ ഉദ്ഗ്രഥിത വിദ്യാഭ്യാസ പ്രവർത്തന പുസ്തകങ്ങളിലെ മാലിന്യ പരിപാലനവുമായി ബന്ധപ്പെട്ട പാഠഭാഗങ്ങളിലെ വിഷയങ്ങളെയും സംയോജിപ്പിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥി ഹരിതകർമ്മസേന സ്കോളർഷിപ്പ് ഇക്കോ സെൻസ് 2025 പദ്ധതിയുടെ ഉള്ളടക്കം. പാഠഭാഗങ്ങളിലും വിഷയങ്ങളെയും ആസ്പദമാക്കി ആശയങ്ങളും അറിവുകളുടെയും ആവിഷ്കാരമാണ് സ്കോളർഷിപ്പ് പദ്ധതികളിലൂടെ വിദ്യാർത്ഥികൾ പ്രവർത്തനക്ഷമമാക്കിയത്. കാൽഡീൻ സിറിയൻ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ വേദി കൃഷ്ണ, ആൽവിൻ ബിജു എന്നിവർ പ്രോജക്ട് അവതരിപ്പിച്ചു. എല്ലാവരുടെയും പ്രശംസയ്ക്ക് അർഹത നേടി. തൃശൂർ കോർപ്പറേഷൻ കൌൺസിൽ ഹാളിൽ സംഘടിപ്പിച്ച യോഗത്തിൽ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഷീന ചന്ദ്രൻ, അഡ്വക്കേറ്റ് വില്ലി ജിജോ, കൌൺസിലർമാർ, തൃശൂർ കോർപ്പറേഷൻ നിർവഹണ ഉദ്യോഗസ്ഥയും വില്ലടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പലുമായ ഇംപ്ലിമെന്റിംഗ് ഓഫീസർ സീന P, മോഡൽ ഗേൾസ് പ്രധാന അധ്യാപിക ഡോക്ടർ ബിന്ദു KP എന്നിവർ മാലിന്യമുക്ത തൃശൂർ എന്ന ആശയത്തിൽ അധിഷ്ഠിതമായ സന്ദേശങ്ങൾ നൽകി. നിയമസഭാ തിരഞ്ഞെടുപ്പ് സുരക്ഷാ സന്നാഹവുമായി കുന്നംകുളം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ റൂട്ട് മാർച്ച്. 2026 കേരള നിയമസഭയിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സായുധ സേനയായ SSB സേനാംഗങ്ങളും കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരും സംയുക്ത റൂട്ട് മാർച്ച് നടത്തി. വൈകിട്ട് 5 മണിയോടെ ആനക്കൽ സെന്ററിൽ നിന്നും തുടങ്ങിയ മാർച്ച് ചെമ്മണ്ണൂർ സെന്ററിൽ സമാപിച്ചു. 35 ബറ്റാലിയൻ അസിസ്റ്റന്റ് കമാൻഡന്റ് സിദ്ധാർത്ഥ് സിംഗിന്റെ നേതൃത്വത്തിൽ നടന്ന റൂട്ട് മാർച്ചിൽ 70-ലധികം കേന്ദ്ര സായുധ സേനാംഗങ്ങൾ പങ്കെടുത്തു. ഈസ്റ്റ് സബ് ഇൻസ്പെക്ടർ ജയപ്രദീപും 15ഓളം പോലീസ് ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ദൃശ്യമായ പോലീസ് സാന്നിധ്യം ഉറപ്പാക്കാനും പൊതുജനങ്ങളിൽ ആത്മവിശ്വാസം വളർത്താനും സാധ്യതയുള്ള സാമൂഹിക വിരുദ്ധരെ തടയാനും തൃശൂർ സിറ്റി സ്റ്റേഷൻ പരിധിയിലെ വിവിധ സെൻസിറ്റീവ് സുപ്രധാന സ്ഥലങ്ങളിൽ വരും ദിവസങ്ങളിൽ റൂട്ട് മാർച്ചുകൾ നടത്തുമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ R. ദേശ്മുഖ് അറിയിച്ചു. നടത്തറ കണ്ണാറ റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള കാന നിർമ്മാണത്തിൽ അപാകതയെന്ന് നടത്തറ പഞ്ചായത്ത് UDF നേതാവ് ജിത് ചാക്കോ ആരോപിച്ചു. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി മാറ്റിയ ജലനിധിയുടെയും വാട്ടർ അതോറിറ്റിയുടെയും പൈപ്പുകൾക്ക് മുകളിലൂടെ കോൺക്രീറ്റ് ചെയ്തുള്ള കാന നിർമ്മാണം തികച്ചും അശാസ്ത്രീയമാണെന്ന് ജിത് ചാക്കോ ആരോപിച്ചു. ഇത്തരത്തിൽ കാനയുടെ അടിയിലൂടെ പൈപ്പുകൾ സ്ഥാപിച്ചാൽ പൈപ്പുകൾക്ക് എന്തെങ്കിലും തകരാർ സംഭവിച്ചാൽ കാന പൊളിക്കാതെ പരിഹരിക്കാൻ കഴിയില്ല. കൃത്യമായ കൂടിയാലോചനകൾ ഇല്ലാത്തതിന്റെ ഫലമാണിതെന്ന് ജിത് ചാക്കോ പറഞ്ഞു. നടത്തറ കണ്ണാറ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പൂച്ചട്ടിയിൽ നടക്കുന്ന കാന നിർമ്മാണം തികച്ചും അശാസ്ത്രീയമാണ് എന്നാണ് പറയാനുള്ളത്. കഴിഞ്ഞ ഈ റോഡ് നിർമ്മാണം തുടങ്ങുന്ന സമയത്ത് ചാലുവാരി ഈ ജലനിധിയുടെയും വാട്ടർ അതോറിറ്റിയുടെയും പൈപ്പുകൾ കോടികൾ ചെലവഴിച്ച് മാറ്റുകയുണ്ടായി. ഇന്ന് ആ കോടികൾ ചെലവഴിച്ച് മാറ്റിയ പൈപ്പിൻ്റെ മുകളിലൂടെയാണ് ഈ കാന വാർത്തുകൊണ്ട് കാന നിർമ്മാണം നടക്കുന്നത്. ഈ ജലനിധിയുടെയോ വാട്ടർ അതോറിറ്റിയുടെയോ പൈപ്പിന് ചെറിയ പൊട്ടൽ സംഭവിച്ചാൽ പോലും ഈ കാന പൊളിക്കാതെ അത് അറ്റകുറ്റപ്പണി ചെയ്യാൻ സാധിക്കാത്ത രീതിയിൽ അത്തരത്തിൽ അശാസ്ത്രീയമായിട്ടാണ് ഈ നിർമ്മാണം നടക്കുന്നത്. ഈ നിർമ്മാണത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകും എന്നാണ് പറയാനുള്ളത്. കണിക്കൊന്ന പൂത്തുലഞ്ഞത് നാടിന് കുളിർമയേകുന്നു. നഗരസഭാ പരിധിയിലും വടക്കാഞ്ചേരിയുടെ വിവിധ ഭാഗങ്ങളിലും വിഷു വിളംബരമായി പുഷ്പിച്ചു നിൽക്കുന്ന കൊന്ന ഈ ദൃശ്യം ഒപ്പിയെടുക്കാൻ കൊടും ചൂടിനെ പോലും അവഗണിച്ച് പ്രകൃതി സൗന്ദര്യം നുകരാൻ വഴിയാത്രക്കാരും വാഹന സഞ്ചാരികളും ഉൾപ്പെടെയുള്ളവർ സമയം കണ്ടെത്തുന്നു. മേടം 2-നാണ് വിഷു. കുംഭമാസത്തിൽ തന്നെ കാലം തെറ്റിയുള്ള കണിക്കൊന്ന പൂത്തു.
വിഷു അടുക്കുംതോറും കണിവയ്ക്കാൻ പൂക്കൾ ലഭിക്കുമോ എന്ന ആശങ്കയുണ്ട്. കനത്ത ചൂടിന്റെ പ്രഹരമാണ് ഇപ്പോൾ തന്നെ കണിക്കുന്നകൾ പൂത്തിറങ്ങുന്നതെന്നാണ് പഴമക്കാർ പറയുന്നത്. കാലാവസ്ഥാ വ്യതിയാനം പ്രതിഫലിക്കുന്ന സാഹചര്യത്തിൽ കണിക്കുന്ന ഉൾപ്പെടെ പുഷ്പിക്കുന്നുവെങ്കിലും നയന സൗകുമാര്യം പകരുന്ന നേർക്കാഴ്ച കണ്ട് ആസ്വദിക്കാനും മനസ്സിന് കുളിർമ പകരാനും ഈ പശ്ചാത്തല സാഹചര്യം അനുഗ്രഹമാണെന്ന് പ്രകൃതി സ്നേഹികൾ പറയുന്നു. നടത്തറ പഞ്ചായത്ത് ജനകീയാസൂത്രണ വാർഷിക പദ്ധതി പ്രകാരം ബയോബിൻ വിതരണം നടത്തി. മൂർക്കനിക്കര ഗവൺമെന്റ് സ്കൂളിൽ സംഘടിപ്പിച്ച ബയോബിൻ വിതരണ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ജോബി ജോസ് സി നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീന ഷാജു അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CV സുരേഷ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സജിത ജനാർദ്ദനൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK അഭിലാഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗീത രവീന്ദ്രാക്ഷൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അഖിൽ ടി കൃഷ്ണൻ, VA ജിത് ചാക്കോ, മോനിഷ പ്രതീഷ്, ഉഷ ഉണ്ണികൃഷ്ണൻ, സന്ധ്യ ശിവദാസൻ, ഷേർലി മോഹൻ, ഗിരിജ മധു എന്നിവർ പങ്കെടുത്തു. ഏകദേശം 2000 രൂപയിൽ മീതെ വിപണിയിൽ വില വരുന്ന ബയോബിൻ പഞ്ചായത്ത് 125 രൂപയ്ക്കാണ് നൽകിയത്. 282 ബയോബിന്നുകൾ വിതരണം ചെയ്തു. ജൈവ മാലിന്യ സംസ്കരണം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. വേനൽക്കാല കുടിവെള്ള വിതരണം. വാഴാനി ഡാമിന്റെ സ്ലൂയിസ് ഷട്ടറുകൾ തുറക്കുന്നു. വേനൽക്കാല കുടിവെള്ള വിതരണത്തിനും ഡാമിന്റെ പ്രൊഫൈൽ കവർ ലെവൽ പാലിക്കുന്നതിനുമായി വാഴാനി ഡാമിൽ നിന്ന് അധിക ജലം മാർച്ച് 16 മുതൽ 25 വരെ ഇടതുകര മെയിൻ കനാൽ വഴി 10 ദിവസത്തേക്കും മാർച്ച് 26 മുതൽ 29 വരെ 4 ദിവസത്തേക്കും സ്ലൂയിസ് ഷട്ടർ ഉയർത്തി വടക്കാഞ്ചേരി പുഴയിലേക്ക് വെള്ളം തുറന്നുവിടുമെന്ന് ജില്ലാ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. വെള്ളം ഒഴുകുമ്പോൾ വടക്കാഞ്ചേരി, കേച്ചേരി, മൂക്കോല പുഴകളിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട്. പ്രദേശവാസികൾ ജാഗ്രത പാലിക്കേണ്ടതാണ്. കുളിക്കാനും വസ്ത്രങ്ങൾ കഴുകാനും ഫോട്ടോ എടുക്കാനോ കന്നുകാലികളെ കുളിപ്പിക്കുന്നതിനോ ഒക്കെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരിടവേള. മൂവായിരം സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയ. മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. +2 വിദ്യാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക് മാർച്ച് 31 മുതൽ നീറ്റ് പരീക്ഷയുടെയും BSc നഴ്സിംഗ് കർണാടക പരീക്ഷയുടെയും എൻട്രൻസ് കോച്ചിംഗ് തികച്ചും സൗജന്യമായി നൽകുന്നു. കർണാടകയിലെ നവോദയ മെഡിക്കൽ കോളേജും തൃശൂരിലെ ലോഗോസ് അക്കാദമിയും സംയുക്തമായാണ് സൗജന്യ എൻട്രൻസ് പരിശീലനം നൽകുന്നത്. ഈ അവസരം പാഴാക്കാതിരിക്കാൻ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. ലോഗോസ് അക്കാദമി, ടെമ്പിൾ സ്ക്വയർ ബിൽഡിംഗ്, AR മേനോൻ റോഡ്, നായ്ക്കനാൽ, തൃശൂർ. ഫോൺ 9447063440, 9447063840. വാർത്തകളിലേക്ക് വീണ്ടും. വന്യജീവി ആക്രമണത്തിൽ മരിക്കുന്നവരുടെ ആശ്രിതർക്കും പരിക്കേറ്റവർക്കും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അധിക സഹായം അനുവദിക്കാനുള്ള കരട് മാനദണ്ഡം അംഗീകരിച്ചു. മരണപ്പെടുന്നവരുടെ കുടുംബങ്ങൾക്ക് SDRF-ൽ നിന്നും 4 ലക്ഷവും വനം വന്യജീവി വകുപ്പിൽ നിന്ന് 10 ലക്ഷം രൂപയും അനുവദിക്കും. പാമ്പ്, തേനീച്ച, കടന്നൽ എന്നിവയുടെ ആക്രമണം മൂലം മരണപ്പെടുന്നവരുടെ കുടുംബങ്ങൾക്ക്
SDRF-ൽ നിന്ന് 4 ലക്ഷം രൂപയ്ക്ക് പുറമെ CMDRF-ൽ നിന്ന് 6 ലക്ഷം അനുവദിക്കും. 40% മുതൽ 60% വരെ അംഗവൈകല്യം സംഭവിച്ചവർക്ക് 74,000-ഉം വനം വകുപ്പിൽ നിന്ന് 1,26,000 രൂപയും അനുവദിക്കും. 60%-ലധികം അംഗവൈകല്യം സംഭവിക്കുന്നവർക്ക് 2.5 ലക്ഷം രൂപയും ഒരാഴ്ചയിൽ കൂടുതൽ ആശുപത്രിവാസം വേണ്ടിവരുന്ന ഗുരുതര പരുക്കുള്ളവർക്ക് SDRF-ൽ നിന്ന് 16,000 രൂപയും വനം വന്യജീവി വകുപ്പിൽ നിന്ന് 84,000-ഉം CMDRF-ൽ നിന്ന് 1 ലക്ഷം രൂപയും അനുവദിക്കും. ഒരാഴ്ചയിൽ കുറവ് ആശുപത്രിവാസം വേണ്ടിവരുന്നവർക്ക് SDRF-ൽ നിന്ന് 5,400 രൂപയും വനം വന്യജീവി വകുപ്പിൽ നിന്ന് 94,600 രൂപയും അനുവദിക്കും. വിവിധ ദേവാലയങ്ങളിൽ വിശുദ്ധ ഔസേപ്പിതാവിന്റെ ഊട്ടുതിരുനാൾ ഞായറാഴ്ച ആഘോഷിക്കുന്നു. മാടക്കത്ര, ചുവന്നമണ്ണ്, ഒല്ലൂക്കര, വെട്ടുക്കാട് തുടങ്ങിയ ദേവാലയങ്ങളിലാണ് ഊട്ടുതിരുനാൾ ആഘോഷിക്കുന്നത്. പ്രിയമുള്ള നാട്ടുകാരെ, നമ്മുടെ മാടക്കത്ര സെന്റ് ജോസഫ് ദേവാലയത്തിൽ ഊട്ടുതിരുനാളാണ്. എല്ലാ വർഷവും വർണ്ണാഭമായി ഭക്തി നിർഭരമായി കൊണ്ടാടുന്ന തിരുനാളാണ്. വിശുദ്ധ ഔസേപ്പിതാവിന് പ്രത്യേക മാധ്യസ്ഥ്യമുള്ള ഇടവക ദേവാലയമാണ്. ഒരുപാട് നാനാജാതി മതസ്ഥർ വന്ന് ഇവിടെ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും പ്രത്യേകം സ്വാഗതം ഞാൻ നേരുകയാണ്. നാളെ മാർച്ച് 15-ാം തീയതി രാവിലെ 9:30-നാണ് തിരുനാൾ കുർബാന. അതിനുശേഷം ഒരു ലില്ലിപ്പൂ പ്രദക്ഷിണമുണ്ട്. ആ ലില്ലിപ്പൂ പ്രദക്ഷിണത്തിന് ശേഷമാണ് ഊട്ട് ആരംഭിക്കുക. ഏകദേശം ഒരു 11:30-12 മണിയോട് കൂടെ നമ്മൾ ഊട്ട് ആരംഭിക്കുന്നതാണ്. പാഴ്സലിൻ്റെ നേർച്ചയുടെ ഊട്ട്, പാഴ്സലിൻ്റെ പാക്കറ്റുകളൊക്കെ അല്പം കൂടി നേരത്തെ 9:30-ക്ക് ശേഷം നൽകി തുടങ്ങുന്നതാണ്. എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. നാളെ ഉച്ചയ്ക്ക് മാടക്കത്ര പള്ളിയിലേക്ക് വരണം. എല്ലാവരും ഈ ഒരു ഊട്ടുതിരുനാൾ വിജയിപ്പിക്കണം. അതുപോലെ വിശുദ്ധൻ്റെ മാധ്യസ്ഥ്യം തേടി ദൈവാനുഗ്രഹം പ്രാപിക്കുകയും വേണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കനത്ത ചൂടിൽ വെന്തുരുകി തൃശൂർ. ജില്ലയിൽ യെല്ലോ അലർട്ട്. സംസ്ഥാനത്ത് കൊടും ചൂടിന് ആശ്വാസമായി മഴയെത്തുന്നു എന്ന റിപ്പോർട്ട്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മാർച്ച് 16, 17 തീയതികളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. മനസ്സിനെ സ്വന്തം അധീനത്തിലാക്കാൻ സാധിക്കുന്നതാണ് ജന്മസാഫല്യമെന്ന് പ്രൊഫസർ ജി ജ്യോത്സ്ന. സുഖം ദുഃഖം അനുഭവങ്ങൾ ഉണ്ടാക്കുന്നത് നാം കരുതുന്നതുപോലെ ബാഹ്യലോകത്തിലെ സംഭവങ്ങളോ വ്യക്തികളോ അല്ല, നമ്മുടെ മനസ്സാണ്. ജീവിതത്തോടുള്ള കാഴ്ചപ്പാടിലും അനുഭവങ്ങളോടുള്ള സമീപനത്തിലും യുക്തമായ മാറ്റങ്ങൾ വരുത്തിയാൽ ജീവിതം ആനന്ദമയമാകുമെന്ന് തൃപ്പൂണിത്തറ ഗവൺമെന്റ് സംസ്കൃത കോളേജിലെ പ്രൊഫസർ ഡോക്ടർ ജി ജ്യോത്സ്ന പറഞ്ഞു. പരമതത്വ സമീക്ഷാ സത്രസമിതിയുടെ ആഭിമുഖ്യത്തിൽ പാറളിക്കാട് നൈമിഷാരണ്യത്തിൽ സഭാനികേതനിൽ നടന്ന വ്യാസപ്രസാദം സത്സംഗ പരമ്പരയുടെ 32-ാം സർഗത്തിൽ വ്രതഭയത്തിൽ ഉയർന്ന ദേവസ്തുതി വിഷയത്തിൽ 2ാം ഭാഗത്തിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അവർ. സമൂഹ വിഷ്ണുനാമ സഹസ്രനാമ ജപ യജ്ഞം ഏകോ ഗോവിന്ദജിയുടെ നേതൃത്വത്തിൽ നടന്നു. ഉച്ചയ്ക്ക് ഭാഗവത പരിവ്രജനത്തിൽ വെങ്ങടിശ്ശേരി നാരായണാശ്രമ തപോവനത്തിലെ ബ്രഹ്മചാരിണിമാരായ പ്രണതി സ്വരൂപയും നന്ദിത സ്വരൂപയും ക്ലാസ്സെടുത്തു. ഇരുനിലംകോട് ജ്ഞാനകുടീരം ആശ്രമാധിപതി സ്വാമി നിഖിലാനന്ദ സരസ്വതി ഭാഗവത പാരായണം അഭ്യസിപ്പിച്ചു. കെ വിജയൻ മേനോൻ, രമേശ് കേച്ചേരി എന്നിവർ പ്രസംഗിച്ചു. ആത്മാവിനോട് ഒട്ടലുണ്ടാക്കും, അതിൽ നിന്നാണ് എന്തുണ്ടാകുന്നത്? വാസനാബലമുണ്ടാകുന്നത്. ആലോചിച്ച് അങ്ങനെയല്ലേ? അതായത് ഉണ്ടാക്കിയിരിക്കുന്ന സാധനം തന്നെയാണ്, പഞ്ചഭൂതങ്ങളാണ് ഉള്ളത്. അപ്പൊ ഒട്ടലുണ്ടാക്കുന്നതും ദുഃഖമുണ്ടാകും. മായക്കല്ല യാതൊരു പ്രവൃത്തിയുമില്ല, അല്ലെ? പിന്നെ എന്താണ്? അത് ഈ ലോകത്തിന്റെ പുറമെയാണ്. അതായത് ലോകത്തിന്റെ ക്രിയാകലാപങ്ങൾ, ദുഃഖ സുഖാന്ത അനുഭവങ്ങളൊന്നും തന്നെ അതിന് ബാധകമല്ല. തുടങ്ങിയ എല്ലാ വികാരങ്ങളും എത്രയോ ദൂരത്തേക്ക് പോയിരിക്കുന്നു. പിന്നെ അവിടെ എന്താ ആവശ്യം? ആന്തരമായ ആനന്ദത്തിന്റെ ഒരു പ്രവാഹമാണ്. പരമാനന്ദമാകുന്ന ഒരു ജ്യോതി പ്രകാശമേ.
വടക്കാഞ്ചേരി വിരുപ്പാക്ക കിഴക്കേന്നത്ത് വീട്ടിൽ പരേതനായ കുരിയൻ മകൻ പൈലി അന്തരിച്ചു. 86 വയസ്സായിരുന്നു. സംസ്കാരം കാക്കനിക്കാട് സെന്റ് ജോർജ് യാക്കോബായ പള്ളിയിൽ നടന്നു. എടപ്പലം നന്ദിലത്ത് സജീവൻ അന്തരിച്ചു. 82 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച രാവിലെ 10 മണിക്ക് വടക്കുംപാടം ആത്മാലയത്തിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പട്ടയഭൂമി മറ്റാവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ മന്ത്രിസഭാ യോഗം അനുമതി നൽകി. വാണിയമ്പാറ മുതൽ പാലിയേക്കര വരെ ദേശീയപാതയിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന 60 ക്യാമറകളുടെ പ്രവർത്തനം മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡി ഇൻ എഡ്യൂക്കേഷൻ 80ാം വാർഷികാഘോഷം അശീതികം കോളേജ് ഓഡിറ്റോറിയത്തിൽ മേയർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന മുൻ ഇന്ത്യൻ ഫുട്ബോൾ ക്യാപ്റ്റനും പത്മശ്രീ ജേതാവുമായ IM വിജയൻ. പാചകവാതക പ്രതിസന്ധിക്ക് കാരണം ഇന്ത്യയുടെ സാമ്രാജ്യത്വ വിധേയത്വമെന്ന് വെൽഫെയർ പാർട്ടി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.